പകരം വെക്കാൻ ആളില്ലാത്ത നടൻ മമ്മൂട്ടി. ഇനി മമ്മൂട്ടിക്ക് പകരം ഒരു മമ്മൂട്ടി ഇല്ല. ലോക സിനിമയിലെ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും അസാധ്യമായിട്ടുള്ള അഭിനയമാണ് ഈ സിനിമയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഓരോ സിനിമയിലും പുതിയ 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 അഭിനയ ശൈലി, ഇതുവരെ കാണാത്ത മമ്മൂട്ടി, പുതിയ പുതിയ മമ്മൂട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു ബോംബ് പ്രതീക്ഷിച്ചാട്ടോ പോയത്. 2025 ആദ്യ ബോംബ് മമ്മൂട്ടിയിൽ നിന്നാകും തന്നെ പ്രതീക്ഷ പോയത്. കാരണം അതിൻ്റെ ട്രെയിലർ ഒട്ടും പ്രോമിസിങ് ഇല്ലായിരുന്നു. അവരെന്തോ കാര്യമായിട്ട് സ്ക്രിപ്റ്റ് ഇല്ലാഞ്ഞിട്ട് മമ്മൂട്ടി ചുമ്മാ വന്ന് അഭിനയിച്ചിട്ട് പോകുന്ന പോലെയുള്ളൊരു ട്രെയിലറായിരുന്നു റിലീസായിട്ടുള്ളത്. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷയില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡുകളൊക്കെ വാങ്ങിച്ച്, പടം മോശമായാലും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് പോയി കണ്ടു തുടങ്ങി. ഓപ്പണിങ് സീന് മമ്മൂട്ടി വന്ന ആ ഒരു സീനിൽ ഞാൻ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചാമാണ് മമ്മൂട്ടിക്ക്. മമ്മൂട്ടിയെ കാണാൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ. ആ രീതിയിലുള്ള അപ്പിയറൻസും ആ ഒരു മോഡുമാണ് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തുടക്കത്തിൽ നല്ല പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, മമ്മൂക്കയുടെ ചില കോമഡീസ് ഉണ്ട്. പിന്നെ പുള്ളി നല്ല ലുക്കായിരുന്നു. ഇപ്പോഴും ഒരു കഴിഞ്ഞ പോലെ 73 ആളാണ്, ഇപ്പോഴും നല്ല ലുക്കായിട്ടിരിക്കുന്നത്. ഗോകുൽ സുരേഷിന് അങ്ങനെ നിറഞ്ഞാടാൻ മാത്രമുള്ള കഥാപാത്രമുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഉള്ളത് ചെറുതാണെങ്കിലും മച്ചാൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ സേർട്ടിലായിട്ട് ഈ ഹ്യൂമറിനെ കൈകാര്യം ചെയ്യാന്ന് പറയില്ലേ, ഗോകുലിന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഗംഭീര സിനിമ. മമ്മൂക്ക നിറഞ്ഞാടിക്കണ സസ്പെൻസ് അടിപൊളി. ഇങ്ങനത്തെ ഒരു സസ്പെൻസ് അടുത്ത കാലത്ത് വന്നിട്ടില്ലേ, നമ്മൾ കോരിത്തിരിക്കും. സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാണുമ്പോൾ നമ്മളതിന് വിചാരിക്കും ഇത് എന്താ സസ്പെൻസ്. പടം കിടിലം പടം. ഇത് 100 കോടിയുടെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ പടം നോക്കിക്കോ, അടുത്ത ഷോ തൊട്ട് ഞാൻ അടിച്ചു കയറും. ആ ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവത്തിനെ പരമാവധി ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ തിരക്കഥയിലുണ്ട്. അത് വളരെ രസമായിട്ട് തന്നെയാണ് പോകുന്നത്. അവസാനം വരെ നമുക്ക് പിടിതരാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പടം കൊള്ളാം, നല്ലൊരു മേക്കിംഗ് ആണ്. പിന്നെ നമ്മൾ ഇന്ന് വെച്ചല്ല ഒരു കുറെ കണ്ട് മടുത്ത ഇൻവെസ്റ്റിഗേഷൻ പടത്തിൽ നിന്നൊക്കെ വലിയ ആർഭാടവും ചേസിങ്ങും ആക്ഷനും ഒന്നും ഇല്ലാത്ത നല്ല സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ചിത്രം. മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമകൾ ഒരു തട്ടുതട്ടായി എടുത്ത് നോക്കുമ്പം മറ്റ് സിനിമകളെക്കാൾ എല്ലാത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന സിനിമയൊന്നും അല്ലെങ്കിലും വലിയ പേരുദോഷം ഉണ്ടാക്കാത്ത ഒരു സിനിമയാണ് എന്നാണ് ആദ്യം പറയാനുള്ളത്. അടിപൊളി. അവസാനത്തെ 20 മിനിറ്റ് കിടിലം, സൈലന്റ് ഹിറ്റ്, സൂപ്പർ പടം, ഒരു രക്ഷയില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ? ത്രില്ലടിപ്പിച്ചു. അവസാനത്തെ 20 മിനിറ്റ് കിടിലം. ഒരുപാട് പ്രതീക്ഷയില്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഹാപ്പി മോഡായിരുന്നു ഞാൻ ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയില്ലാണ്ട് ഒരു മമ്മൂട്ടി സിനിമ എന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു സാധാ സിനിമ എന്ന രീതിയിൽ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഓക്കെ. ക്ലൈമാക്സ് സൂപ്പർ. മമ്മൂക്ക ഒട്ടുക്കത്തെ ഗ്ലാമർ. സസ്പെൻസ് വർക്കായിട്ടുണ്ട്. കോമഡിയും ഫസ്റ്റ് ഹാഫിലെ കോമഡി നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് സസ്പെൻസ് ഫൈനല് അടിപൊളി, ക്ലൈമാക്സ് അടിപൊളി.